സോ ഒരു ക്യൂബിൽ നമ്മൾ മെയിനായിട്ട് ആദ്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിൽ പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം വി ഹാവ് ടു ഫിക്സ് എ ഫേസ്. നമുക്കൊരു ഏതെങ്കിലും ഒരു സൈഡ് നമ്മുടെ മെയിൻ സൈഡായിട്ട് നമ്മൾ നോക്കി വയ്ക്കണം. ഓക്കെ, സോ ഡിഫോൾട്ടായിട്ട് എല്ലാവരും വയ്ക്കുന്നത് വൈറ്റാണ്. അപ്പോൾ വൈറ്റാണ് നമ്മുടെ ഏറ്റവും കോമൺ അല്ലെങ്കിൽ ഏറ്റവും മെയിൻ സൈഡായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൈറ്റിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഏതാ? യെല്ലോ. വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ. ഈ കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ബാക്കി 4 കളേഴ്സ് എവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അലൈൻഡ് ആയിരിക്കുന്നത് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീനും റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചും ആയിട്ടാണ്. ഓക്കെ, സോ ഇത് നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് സോൾവിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഷഫിൾ ചെയ്യണം. ഷഫിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഷഫിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യുന്ന രീതി നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഏത് സൈഡാണ് നമ്മുടെ ഡിഫോൾട്ടായിട്ട് എടുത്ത്? വൈറ്റ് നടുക്ക് വരുന്ന സൈഡാണ് അപ്പോൾ നമ്മുടെ ഡിഫോൾട്ട്. നമ്മൾ വേറൊരു കാര്യം നോക്കാനുള്ളത്, ഈ നടുക്കുള്ള വൈറ്റുള്ള സ്ഥലത്തെ ഈ നടുക്കുള്ള പോയിൻറ്റ് വൈറ്റ് ആണെങ്കിൽ തന്നെ, യെല്ലോ ആണെങ്കിൽ തന്നെ, ഓറഞ്ച് ആണെങ്കിൽ ഇതൊന്നും എങ്ങോട്ടും നീങ്ങില്ല. ഇതെപ്പോഴും അവിടെ തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. ഇതിൻ്റെ ബാക്കിയുള്ള ഇത് മാത്രമേ നീങ്ങുള്ളൂ. അപ്പോൾ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഈ സൈഡ് വൈറ്റ് തന്നെ ആയിരിക്കും, ഇവിടെ വൈറ്റ് തന്നെ ഫിക്സ്ഡ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാക്കി 8 എണ്ണം വൈറ്റ് ആക്കാനായിട്ടുള്ള ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഫസ്റ്റ് സൈഡ് മാത്രം വൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വി ക്യാൻ ബിൽഡ് എ വേസ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലസ് ഉണ്ടാക്കാൻ നോക്കാം. പ്ലസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് റെഡിയാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്ലസ് ഉണ്ടാക്കാനായിട്ട് ഈ മിഡിൽ പീസസിനെ നമ്മൾ നോക്കണം. ഈ മിഡിൽ പീസസ് എന്ന് പറയുമ്പോൾ കോർണർ പീസിൽ 3 കളർ ഒന്നിച്ചുണ്ടാവും, മിഡിൽ പീസിൽ ആകെ 2 കളറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മിഡിൽ പീസ് നോക്കാം. ഈ 2 കളർ ഉണ്ടാകുന്ന പീസിൽ ഒരു കളർ വൈറ്റ് ആയിരിക്കുന്ന പീസായിരിക്കും ഈ 4 സൈഡിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുന്നത്. 2 കളറുള്ള പീസിൽ ഏതെങ്കിലും ഒരു വൈറ്റ് വരുന്ന പീസായിരിക്കും ഈ 4 സൈഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ മിഡിൽ പീസ് എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിൻ്റെ മിഡിലായിട്ടേ വന്ന് കിടക്കുള്ളൂ. ഇതിപ്പോൾ വൈറ്റ് മിഡിലുള്ളത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, ബ്ലൂവിൻ്റെ സൈഡിൽ വന്ന് കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു വൈറ്റ് മിഡിലുള്ള വന്ന് കിടക്കുന്നുണ്ട്, പിന്നെ ഈ ഓറഞ്ചിൻ്റെ അവിടെ ഒരു വൈറ്റ് മിഡിലുള്ള വന്ന് കിടക്കുന്നുണ്ട്, ഗ്രീനിൻ്റെ അവിടെ ഒരു വൈറ്റ് മിഡിലുള്ള വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വി നീഡ് ഓൾ ഓഫ് ദോസ് ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ആദ്യം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് വൈറ്റിൻ്റെ കൂടെ അലൈനായി. പക്ഷേ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ ഈ വൈറ്റും അലൈനായില്ലേ, അപ്പോൾ അത് ഇവിടെ ഒരു ഗ്രീൻ കണ്ടില്ലേ, ഈ ഗ്രീൻ ഇവിടെ നടുക്ക് ഗ്രീനുള്ള സ്ഥലമായിട്ട് അലൈനായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നടുക്ക് ഗ്രീൻ ഉണ്ട്. അപ്പോൾ വൈറ്റ് ഗ്രീൻ നമ്മൾ ഇങ്ങോട്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഗ്രീൻ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കണം. ദാറ്റ് നമ്മളിവിടെ ഈ ഒരു പീസ് അലൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ കളർ ഏതാണോ ആ കളറിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കണം ആ പീസ് ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് ഗ്രീൻ വൈറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇനി വേറൊരു മിഡിൽ പീസ് കണ്ടുപിടിക്കാം. ഇതൊരു മിഡിൽ പീസാണ്, വൈറ്റും ബ്ലൂവും. അപ്പോൾ ഇത് ബ്ലൂ ഉള്ള സൈഡിൻ്റെ അങ്ങോട്ടാണ് വരേണ്ടത്. ബ്ലൂ ഉള്ള സൈഡിൻ്റെയും വൈറ്റിൻ്റെയും നടുക്കായിട്ടാണ് അത് വരേണ്ടത്. മനസ്സിലായോ? ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലൂ. ഈ പീസ് നമുക്ക് ഇവിടെ വരണം. അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്കത് ബ്ലൂവിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. ഇത് ബ്ലൂവിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു ആൻഡ് നമ്മൾ തിരിച്ചു. പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? വൈറ്റ് ബ്ലൂ. ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷേ ഇത് ഇങ്ങനെയല്ല വരേണ്ടത്, ഇത് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ട്രിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ടേൺ ഇറ്റ് വൺസ്, എന്നിട്ട് അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡും കൂടെ ടേൺ ചെയ്യുക. അപ്പോൾ ഇതെന്ത് പറ്റി? ഈ വൈറ്റും ബ്ലൂവും താഴെ വന്നു, എന്നിട്ട് ഇങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ബ്ലൂ ആയി. ഓക്കെ,
ഇനി ജസ്റ്റ് റൊട്ടേറ്റഡ് കംപ്ലീറ്റ്ലി. അപ്പോൾ എന്തായി, സെയിം പീസ് നമുക്ക് റൊട്ടേറ്റ് ആയിട്ട് വന്നു. ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ലുക്സ് കോംപ്ലിക്കേറ്റഡ്, പക്ഷെ ഒന്ന് പതുക്കെ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, നമുക്കിവിടെ വൈറ്റ് ഇവിടെ ബ്ലൂവും വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരിക്കൽ ടേൺ ചെയ്യുക, റൈറ്റ് സൈഡ് ഒരിക്കൽ ടേൺ ചെയ്യുക, പിന്നെ ബോട്ടം പാർട്ട് ഒരിക്കൽ ടേൺ ചെയ്യുക. അപ്പോൾ എന്തായി, വൈറ്റ് ബ്ലൂ ബ്ലൂ ആയിട്ട് അലൈനായി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ബ്ലൂ വൈറ്റ് 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 ഗ്രീൻ ഗ്രീൻ. അപ്പോൾ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയി. ഇനി നമുക്ക് 2 പോയിൻറ്റും കൂടെ വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ 2 പോയിൻറ്റ് ഏതൊക്കെയാണ്? ഒരു പോയിൻറ്റ് ഇതേ ഇവിടെ കിടപ്പുണ്ട്, വൈറ്റ് ആൻഡ് ഓറഞ്ച്. പക്ഷേ ഈ ഓറഞ്ചായിട്ട് അലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് വൈറ്റ് വൈറ്റായി, ബ്ലൂ വൈറ്റ് ആയി, ഗ്രീൻ വൈറ്റ് ആയി. ഇനി ആകെ ഒരു പോയിൻറ്റും കൂടെയുള്ള വൈറ്റിൻ്റെ, അത് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, വൈറ്റും റെഡുമാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്ക് റെഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് നേരത്തെ വന്ന സെയിം സിറ്റുവേഷൻ വന്നു. ഇവിടെ വൈറ്റ് ഇവിടെ റെഡ് അല്ലേ. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുക, ഇപ്പുറത്തെ ഭാഗം ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുക, ബോട്ടം റൊട്ടേറ്റ് ചെയ്തിട്ട് റെഡിൻ്റെ സ്ഥലത്തോട്ട് കൊണ്ടുവരിക. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെയായിരുന്നില്ലേ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ റൈറ്റ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഇവിടുത്തെ ബ്ലൂ അലൈൻമെൻറ്റ് മാറി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെഡ് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം, ഈ റെഡിൻ്റെ അടിയിൽ വന്നതിന് ശേഷം നമുക്ക് ഈ അലൈൻമെൻറ്റ് തിരിച്ച് ശരിയാക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഈ ഒരു പ്ലസിൻ്റെ ഫോർമേഷൻ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പഴയതുപോലെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റെഡ് വരും, പക്ഷേ നമ്മുടെ ആ ബ്ലൂ ഉള്ളത് ഇവിടെ എത്തി. സോ ആ ഒരു കാര്യം മെയിനായിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ സെയിം തിങ്. ഇങ്ങനെയായിരുന്നല്ലോ, വൈറ്റ് റെഡ് വൈറ്റ്. ഈ ഒരു ഇത് നമുക്ക് തിരിച്ച് ടേൺ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ടേൺ ചെയ്യുക, റൈറ്റ് ടേൺ ചെയ്യുക. അപ്പോൾ ആ പോയിൻ്റ് ഇവിടെ വന്നു, അതിന് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതായിട്ട് ഒരു കോൺടാക്റ്റ് ഇല്ല, ആ ഒരു പോയിൻ്റായിട്ട് കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് ആക്കി, സോ ദാറ്റ് ഈ ഒരു പ്ലസിൻ്റെ ബാക്കി ഇത്രയും നേരം നമ്മൾ റെഡിയാക്കി വെച്ചത് അങ്ങനെ തന്നെ റെഡി ആയിരിക്കും. ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു പോയിൻ്റ് തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്തായി, റെഡ് വൈറ്റ്, ഗ്രീൻ വൈറ്റ്, ഓറഞ്ച് വൈറ്റ് ആൻഡ് ബ്ലൂ വൈറ്റ്. അപ്പോൾ നമുക്കൊരു പ്ലസ് ഫോമായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സോൾവിങ് എ റുബിക്സ് ക്യൂബ്. ആദ്യം ഒരു ഡിഫോൾട്ട് ഫേസ് എടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ വൈറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വൈറ്റിൻ്റെ ഈ മിഡിൽ പോയിൻറ്റ്സ്, 4 മിഡിൽ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ 4 മിഡിൽ പോയിൻറ്റ്സ് കറക്റ്റ് വൈറ്റ് സെയിം കളറാക്കുക. ആക്കുമ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് നോട്ട് ചെയ്യേണ്ടത് ഇസ് ദാറ്റ് തൊട്ടടുത്തുള്ള ഫേസിലെ നടുക്കത്തെ കളറും ആ വൈറ്റിൻ്റെ ആ മിഡിൽ പീസും ആയിട്ട് മാച്ച് ആവണം. ഓക്കെ.